ഒരു 4-5 മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ? അങ്ങനെ തന്നെയാ പറയണേ. എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ പറയാൻ നാവ് പോകുന്നുണ്ടല്ലോ. നല്ല നന്ദികേട് ഭയങ്കര നല്ലതാ. പിന്നെ ഗോഡ്സ് ഗ്രേസ് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷം. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബാലയ്ക്കെതിരെ നിർണായക വെളിപ്പെടുത്തലുമായി നമ്മുടെ എലിസബത്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണ് പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. ഇത്രയും ലെങ്ത് ഉള്ള ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ പുള്ളിക്കാരിക്ക് ഒരുപാട് പറയാനുണ്ടാവും, അല്ലെ? ശരിയാണ്, ഇത്രയും കാലം ബാലയുടെ ഭീഷണി പുറത്ത് പുള്ളിക്കാരി ശരിക്കും മൗനം പാലിച്ചിരിക്കുകയായിരുന്നല്ലോ. ഇപ്പോഴാണ് കാര്യങ്ങളൊക്കെ പുറത്തു പറയാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പൊ പിന്നെ 1 മണിക്കൂറൊന്നും തികഞ്ഞൊന്നും വരില്ല. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നുണ്ട്. എല്ലാം ഒന്നും നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ലല്ലോ. കാര്യം വീഡിയോ വളരെ ലെങ്തി ആയി പോകും. പിന്നെ എല്ലാവർക്കും പിന്നെ കുറെ കണ്ടു കഴിയുമ്പോൾ മടുക്കും, ബോറടിക്കും. 1 മണിക്കൂറുള്ള ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 3 മണിക്കൂറെങ്കിലും വേണം. അതുകൊണ്ട് നമുക്ക് അതിന്റെ അകത്ത് മെയിൻ പോയിന്റ്സ് മാത്രം എടുത്തുകൊണ്ടൊന്ന് സംസാരിക്കാം. എന്തായാലും നിലവില് നമ്മുടെ ബാലയും എലിസബത്തും തമ്മിൽ വേർപിരിഞ്ഞല്ലോ. ബാലയും എലിസബത്തും തമ്മിൽ വേർപിരിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ മാമന്റെ മോളായ കോകിലയെ ബാല കല്യാണം കഴിക്കുന്നത്. ഇതിനു മുമ്പ് ആണെങ്കിൽ നമ്മുടെ അമൃത എന്ന് പറയുന്ന, എല്ലാവർക്കും അറിയാലോ, അമൃത സുരേഷ്, ഗായികയായ അമൃത സുരേഷിനെ വിവാഹം കഴിച്ചു. എന്തായാലും അവരും ഡിവോഴ്സ് ഒക്കെ നടന്ന് അതിനുശേഷം എലിസബത്തിനെ കെട്ടി, അതും ഡിവോഴ്സായി. ഇപ്പം കോകിലയെ കെട്ടി. അതിന് എന്താവുമെന്നൊന്നും അറിയത്തില്ല. എന്തായാലും എലിസബത്തുമായി പിരിഞ്ഞതിന് ശേഷം ബാല എലിസബത്തിനെ പല രീതിയിലും ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയിൻ ആയിട്ടുള്ള ദ്രോഹം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴിയുള്ള ദ്രോഹം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലയും കോകിലയും തമ്മിലുള്ള ഇന്റർവ്യൂസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടിയിട്ട് ചെല്ലുന്നു. എന്നിട്ട് എലിസബത്തിനെ അതിനകത്തോട്ട് വലിച്ചു വെക്കുന്നു. എലിസബത്തിനെ കുറിച്ച് പറയാതെ കുറെ കാര്യങ്ങൾ പറയുന്നു. പിന്നെ PR വർക്കുകാരെ ഉപയോഗിച്ച് എലിസബത്തിനെ കുറിച്ച് മോശം കമന്റുകൾ ഇടിക്കുന്നു. അവളെ മോശക്കാരിയാക്കി സമൂഹത്തിന് മുന്നിൽ ചിത്രീകരിക്കുന്നു. ഇതൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കണ്ടിരിക്കുന്നതിന് ഒരു പരിധിയില്ലേ? സ്വാഭാവികമായിട്ടും നമ്മുടെ എലിസബത്ത് ഇതിനെതിരെ പ്രതികരിക്കാൻ തന്നെ തീരുമാനിച്ചു. ഇപ്പൊ എന്തുകൊണ്ടാണ് എലിസബത്ത് രംഗത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, PR വർക്ക് ഉപയോഗിച്ചിട്ട് എലിസബത്തിനെതിരെ മോശം കമന്റുകൾ ഇരിക്കുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തായിരുന്നു. ഈ കസ്തൂരി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരം ഇവർക്കെതിരെ വരുന്ന കമന്റുകൾ. എലിസബത്തിനെയും ബാലേനെയും അറിയാവുന്ന രീതിയിലാണ് ഈ പുള്ളിക്കാരി എന്നുള്ള രീതിയിലാണ് ഈ കമന്റുകൾ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ അക്കൗണ്ടില് പിന്നെ കമന്റുകളൊക്കെ വെച്ചിട്ട് അതിനൊരു റിയാക്ഷൻ എന്ന രീതിയിലാണ് ഈ വോയിസ് കംപ്ലീറ്റ് എലിസബത്ത് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും എലിസബത്ത് സംസാരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം. അപ്പോ ഈ എലിസബത്ത് അതിന് മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കമന്റും നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് ആ കമന്റ് ഉൾപ്പെടെ ഞാൻ അത് പ്ലേ ചെയ്യാം. അപ്പൊ എന്തായാലും ഒന്ന് കണ്ടുനോക്ക്. ഈ സ്ക്രീൻഷോട്ടിലും നമ്മുടെ കാര്യത്തിലേക്ക് തന്നെ വരുന്നു. എലിസബത്ത് ഈസ് പുട്ടിംഗ് വീഡിയോസ് വിത്ത് ഹർ ന്യൂ ബോയ് ഫ്രണ്ട് പബ്ലിക്കലി. ഓ, ഞാൻ അറിഞ്ഞായിരുന്നില്ല. ആരാണത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാൻ അവിടെ ഒറ്റയ്ക്കായിട്ട് ഭയങ്കര ഡിപ്രഷനിലാണ്. എനിക്ക് ആക്ച്വലി തമാശയിലൊക്കെ കണ്ടിട്ട് തോന്നുന്നത്. പക്ഷെ എന്തായാലും പറയേണ്ടത് പറയണതാണല്ലോ. ഞാൻ ആക്ച്വലി അഹമ്മദാബാദിൽ നിന്ന് വരുമ്പോൾ എന്റെ കൊലീഗിനോടും പറഞ്ഞായിരുന്നു എന്റെ ഒപ്പം ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നു. കാരണം ആൾക്കാരൊക്കെ നമ്മൾ കല്യാണം കഴിച്ചു എന്നും അതുപോലെ തന്നെ എന്താണ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരോടും ഇപ്പൊ അങ്ങനെയാ പറയാറ്. അതുപോലെ തന്നെ ഞാൻ കാരണം ആരൊക്കെയോ മരിക്കുന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ അമൃത ഹോസ്പിറ്റലിലുള്ള ആൾക്കാരൊന്നും ഒന്നും കണ്ടിട്ടില്ലേ? ഓക്കെ, വലിയ ആൾക്കാരൊന്നും മിണ്ടില്ല എന്ന് നന്നായിട്ട് അറിയാം. പക്ഷെ ചെറിയ കുറച്ച് സ്ത്രീകളൊക്കെ ഇല്ലേ, ഞാൻ എന്റെ കാര്യങ്ങൾ കണ്ട സ്ത്രീകള്, ഓരോരുത്തരുടെ അവസ്ഥ കണ്ട ഇങ്ങരുടെ അവസ്ഥ കണ്ട സ്ത്രീകള്, ആർക്കും ഒരു ഇതൊക്കെ കണ്ടിട്ട് ഒന്നും മിണ്ടാൻ തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ഈ വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ 4-5 മാസം നിങ്ങളുടെ തീട്ടും മൂത്രമൊക്കെ കോരിയിട്ടില്ലേ? അങ്ങനെ തന്നെയാ പറയണേ. ഇനി അതൊക്കെ അൺപാർലമെന്ററി വേർഡാന്നൊക്കെ പറഞ്ഞിട്ട് ക്യാൻസൽ ആക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് നടത്തിയ കാര്യമാണല്ലോ. എത്ര കാലം ഉറങ്ങാണ്ടിരുന്നുണ്ട് നിങ്ങക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ പറയാൻ നാവ് പോകുന്നുണ്ടല്ലോ. നല്ല നന്ദികേട് ഭയങ്കര നല്ലതാ. പിന്നെ ഗോഡ്സ് ഗ്രേസ് എന്നൊക്കെ പറയുമ്പോ ഭയങ്കര സന്തോഷം. ഈവിൾ വുമൻ. നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ട് ഈ കമന്റ് ഒക്കെ ഇടുന്ന എനിക്ക് നന്നായി. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എലിസബത്ത് അവസാനം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. അതായത് നിങ്ങളുടെ ഒപ്പം ഇരുന്നിട്ടാണ് ഈ കമന്റുകൾ ഇടുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന്.
ഈ വിറ്റ്മി എന്ന് പറയുന്ന കമന്റ് ഇട്ട ഐഡിയ ഉണ്ടല്ലോ, അത് ബാലയുടെ കാമുകയുടെ അക്കൗണ്ട് ആണെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് പുള്ളിക്കാരി പറഞ്ഞതെന്ന് മാത്രം. അപ്പൊ ഇവരിവിടെ പറഞ്ഞു പരത്താൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എലിസബത്തിന് മറ്റൊരു കാമുകനുണ്ട്, ആ പുള്ളിക്കാരനുമായിട്ടുള്ള ഫോട്ടോസ് ഒക്കെ എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടെന്നൊക്കെയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എലിസബത്തിന്റെ അക്കൗണ്ടിൽ അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല. അവര് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതിനെല്ലാം മറുപടി എന്നോണം അതുപോലെ തന്നെ ബാലയോടും ചോദിക്കാനുള്ളതുപോലെ എലിസബത്ത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വയ്യാതെ കിടന്നപ്പോൾ നിങ്ങളെ നോക്കിയത് ഞാനല്ലേ? നിങ്ങളുടെ തീട്ടവും മൂത്രവും ഒക്കെ കോരിയിട്ടില്ലേ ഞാൻ ഒരുപാട്? അതിനുള്ള നന്ദി നിങ്ങൾ ഇങ്ങനെ തന്നെ എന്നോട് കാണിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ചോദ്യം എന്തായാലും ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മറ്റേ കരളിന്റെ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് ബാല ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു. ആ സമയത്ത് ബാലയുടെ കാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്തത് എലിസബത്ത് ആയിരുന്നു. ആ എലിസബത്തിനെ കുറിച്ച് തന്നെയാണ് പുള്ളിക്കാരൻ ഫേക്ക് ഐഡി ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. അറ്റ്ലീസ്റ്റ് അതിന്റെ ഒരു നന്ദിയെങ്കിലും കാണിച്ചൂടെ? ഒരു വ്യക്തി എങ്ങനെ നന്ദി കെട്ടാനാകുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ബാല എന്ന് പറയുന്നത്. ഇതിനേക്കാളും വലിയൊരു ഉദാഹരണം എന്തായാലും കാണിച്ചു തരാനില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ബാലയും എലിസബത്തും തമ്മിലുള്ള വിവാഹത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും ഈ ഫേക്ക് ഐഡിയിൽ നിന്ന് വന്ന കമന്റ് വായിച്ചുകൊണ്ടാണ് പുള്ളിക്കാരി പറയുന്നത്. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം. ഓ മൈ ഗോഡ്, പുള്ളിക്കാരൻ എന്നെ വൈഫായിട്ട് വിചാരിച്ചു, ഞാൻ എന്നെ കല്യാണം കഴിക്കാൻ വിചാരിച്ചു, അല്ലാണ്ട് ഞാനല്ല വിചാരിച്ചതല്ലേ. അപ്പോ ഈ ഫംഗ്ഷനൊക്കെ വന്ന ആൾക്കാര് പൊട്ടന്മാരാ? അതിൽ കുറെ വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഒന്നെങ്കിൽ കള്ളന്മാരല്ലെങ്കിൽ പൊട്ടന്മാരായിരിക്കണം. പൊട്ടന്മാരാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിപ്പോ നിങ്ങൾക്ക് എന്താ ഇഷ്ടമുള്ളത് ഞങ്ങൾക്ക് തീരുമാനിക്കാം. എന്തായാലും കല്യാണം അല്ല എന്നാണല്ലോ പറഞ്ഞത്. ഈ പറയുന്ന വ്യക്തി കല്യാണത്തിനെ വിളിച്ചില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ചു കാലം പുള്ളിക്കാരനോട് മിണ്ടാതിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അറിഞ്ഞായിരുന്നു. ഓക്കെ, വട്ടവർ. പിന്നെ ഫിയാൻസിന്ന് ഉപയോഗിച്ചാൽ മതിയായിരുന്നു, അതാണ് പുള്ളിക്ക് പറ്റിയ തെറ്റ്. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പൊ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് ബാലയും എലിസബത്തും തമ്മിലുള്ള വിവാഹ ചടങ്ങുകളൊക്കെ നടന്നെങ്കിൽ കൂടിയും ഇവര് ലീഗലി രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ ലീഗലി നോക്കുമ്പോൾ രണ്ടുപേരും മാരീഡ് അല്ല. കല്യാണം കഴിച്ചതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാലയുടെ ടീംസ് ഒക്കെ കുറെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല, ഈ പ്രചരിക്കുന്നത് നമ്മുടെ ഫോട്ടോസ് അല്ല എന്നൊക്കെ പറഞ്ഞു. പ്രീ വെഡിങ് ഫോട്ടോസ് ആണെന്നും പറഞ്ഞു. അതായത് ഇപ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, കല്യാണത്തിന് മുന്നേ ഈ കല്യാണം പോലെ ചെറുതായിട്ടൊക്കെ ഒന്ന് നടത്തിയിട്ട് ആ ഒരു സെറ്റപ്പ് ആണെന്ന് ബാലം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങിയായിരുന്നു. യഥാർത്ഥത്തിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പൊ ആ കമന്റ് എടുത്തു വെച്ചിട്ടാണ് എലിസബത്ത് ഇവിടെ സംസാരിക്കുന്നതൊക്കെ. കല്യാണം കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ ഫംഗ്ഷന് വന്നതൊക്കെ പൊട്ടന്മാരാണോ എന്ന്. ഇപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും, ചടങ്ങ് ലീഗലി നടത്തിയെങ്കിൽ എന്തുകൊണ്ട് ആ കല്യാണം രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കല്യാണത്തിന് താലിമാല വരെ ചടങ്ങ് ആ ഒരു രീതിയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാല പറയുന്നത് ഇപ്പോ കല്യാണം രജിസ്റ്റർ ചെയ്യണ്ട, എനിക്ക് 42 വയസ്സ് വരെ കല്യാണം കഴിക്കാൻ പാടില്ല. ഒരു ജോത്സ്യം പറഞ്ഞു അങ്ങനെ 42 വയസ്സ് വരെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യേണ്ട, നോർമലി ചടങ്ങുകളൊക്കെ നടത്താമെന്നാണ് പറയുന്നത്. എലിസബത്ത് ആണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്തു. ആ ഒരു കാരണം പറഞ്ഞിട്ട് ബാല മനഃപൂർവ്വം വിവാഹം രജിസ്റ്റർ ചെയ്യാതിരുന്നതായിരുന്നു. അപ്പോ ഇന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബാല വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് വിസമ്മതിച്ചത് എന്നതിന്റെ കാരണം നമുക്ക് കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഈ ബാല ഒരേ സമയം ഒരുപാട് പെൺകുട്ടികളെ കൊണ്ടു നടക്കുന്ന ടീമാണെന്നുള്ള കാര്യം എലിസബത്ത് തന്നെ പുറത്തു പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഈ എലിസബത്തിനെ കുറച്ചു നാൾ കൂടെ പൊറപ്പിച്ചിട്ട് എലിസബത്തിനെ കുറച്ചു കാലം കൂടെ പൊറപ്പിച്ചു നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി കളയാന്ന് പുള്ളിക്കാരൻ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം വിവാഹം രജിസ്റ്റർ ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ ഓരോരോ കാരണം പറഞ്ഞ് ഇങ്ങനെ ഒഴിവായത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അത് ഒഴിവാക്കാനായിട്ട്. ഒരുപാട് നൂലാമാലകൾ ഉണ്ടാവും. വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് പാരിതോഷികമൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം രജിസ്റ്റർ ചെയ്യാത്ത സ്ഥിതിക്ക് നൈസായിട്ട് അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതിയല്ലോ. ബാലയുടെ ഒരു ബുദ്ധി നോക്കിക്കോണേ. എന്തായാലും എലിസബത്തിന് പറയാനുള്ള ബാക്കി കൂടെ കേട്ടു നോക്കാം. എലിസബത്ത് സീംസ് ഹാപ്പി ആൻഡ് മൂവ്ഡ് ഓൺ. ഓ മൈ ഗോഡ്, അതുകൊണ്ടായിരിക്കും. ഓക്കെ, നല്ലതാ. ആദ്യമായിട്ട് ഒരാളിന്ന് ഞാൻ ഹാപ്പി ആൻഡ് മൂവ്ഡ് ഓൺ എന്ന് പറഞ്ഞേ. ഓക്കെ, വേറൊരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണ് എന്റെ ബർത്ത്ഡേക്ക് ഒരാള് മൂവ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വേറെ തരത്തിൽ ചിത്രീകരിച്ചിട്ടൊരു വീഡിയോ ഒക്കെ മുമ്പ് വന്നായിരുന്നു. അതിനെ പറ്റിയിട്ട് വീഡിയോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടിടാം. എന്തായാലും ഇപ്പത്തെ പ്രസന്റ് നടക്കുന്ന വീഡിയോ ആണല്ലോ വേണ്ടത്. വൈ ഫീലിംഗ് സോറി ഫോർ ആസ് ഇഫ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ ലൈഫ്.
ഓ മൈ ഗോഡ്, യു ആർ വെയിറ്റിംഗ് ഫോർ മൈ ഡെത്ത്. എനിക്കറിയാം നിങ്ങൾ പണ്ടേ അതൊക്കെ വെയിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ മാത്രമല്ല, ആ ഒരു സെറ്റ് ഫുൾ അത് വെയിറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പൊ അത് ശരി. എന്തൊക്കെയാണ് ഇവർ പറഞ്ഞു വരത്താൻ ശ്രമിക്കുന്നത്? ബാലയുമായിട്ട് പിരിഞ്ഞതിന് ശേഷം എലിസബത്ത് ഹാപ്പി ലൈഫാണ് മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നത്. ഇവര് തന്നെ ഓരോന്നൊക്കെ പറഞ്ഞുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഇപ്പൊ ബാലയുമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞപ്പോ എലിസബത്ത് ഹാപ്പി ആണെന്ന് പറയുന്നത് കൊണ്ട് കേൾക്കുന്നവർ എന്തായിരിക്കും വിചാരിക്കുക? എലിസബത്ത് ആയിട്ടാണ് ബാലയെ ഒഴിവാക്കിയതെന്നല്ലേ? അങ്ങനെ ഒരു ചിന്ത കേൾക്കുന്നവരിൽ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നത്. ബാലയെ ഒഴിവാക്കിയതിനു ശേഷം എലിസബത്ത് ഹാപ്പി ആണെന്ന്. എലിസബത്ത് അടിച്ചു പൊളിച്ചു നടക്കുവാണ്. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് ഇവരുടെ തന്ത്രം എന്ന് പറയുന്നത്. എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു നിർണായക വെളിപ്പെടുത്തൽ എലിസബത്ത് നടത്തുന്നുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടുനോക്കാം. അത് നമ്മുടെ ലൈഫ് ലോസ് ചെയ്താലും വലിയ കുഴപ്പമില്ല. ഞാൻ ഓൾമോസ്റ്റ് 1 വർഷം പഠിച്ച എന്റെ MD എൻട്രൻസ് എക്സാമിന്റെ 1 മന്ത് മുമ്പാണ് അത് ഹോൾ ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഈ MD എക്സാമിന്റെ 1 മാസം മുമ്പ് നമുക്ക് ഹോൾ ടിക്കറ്റ് എടുക്കണ്ട. അന്ന് ഹോൾ ടിക്കറ്റ് എടുക്കാൻ സമ്മതിച്ചില്ല, എക്സാം എഴുതാൻ സമ്മതിച്ചില്ല. അതായത് ഞാൻ ഒരു 1.5 വർഷം ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തായിരുന്നു. അത് പ്രിപ്പയർ ചെയ്ത ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയാം. കുറെ കാലം ഓർക്കൊഴിച്ചൊക്കെ ഇരുന്നിട്ടൊക്കെ തന്നെയാണ് പഠിച്ചോണേ. അപ്പോ ഓക്കെ, അത്രയ്ക്ക് ഇഷ്ടമുള്ള കാരണമാണ്. ഓക്കെ, ഇനി ആ ഒരു പ്രശ്നം കാരണം ലൈഫ് ഇല്ലാണ്ടാവണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് ഒരു വഴക്കുണ്ടായപ്പോ നല്ലൊരു അടി കിട്ടിയായിരുന്നു. അടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി അടി. ഒരു 5-6 സെക്കൻഡിലേക്ക് ഒരു ഗ്രേ കളറാണ് അടി കിട്ടി കഴിഞ്ഞിട്ട്. അതെന്താണെന്നറിയില്ല. ഞാൻ ഡോക്ടറാണ്, പക്ഷെ എനിക്കറിയില്ല എന്താണ് ആ ഒരു കാരണം. ഓക്കെ, വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്നു. വൈ ഫീലിംഗ് സോറി ഫോർ ഹെർ ആസ് ഇഫ് ഷീ ഹാഡ് ലോസ്റ്റ് ഹെർ. എന്ത് പറയാനല്ലേ, ഇതിനൊന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. MBBS കിട്ടുക, ഡോക്ടർ ആവുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്, പലരുടെയും സ്വപ്നം തന്നെ. അതുവരെ എലിസബത്ത് നേടിയെടുത്തു. എന്നിട്ടും തുടർ പഠനത്തിന് അനുവദിച്ചില്ല. ഹോൾ ടിക്കറ്റ് വന്നിട്ടും എക്സാം എഴുതാൻ അനുവദിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഇയാളുടെ മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇയാളുടെ മനസ്സിലുണ്ടാവും ഇയാളെക്കാളും എങ്ങാനും എലിസബത്ത് മുകളിൽ എത്തിയാലോ, ചിലപ്പോ ഒരു കോംപ്ലക്സ് വർക്കൗട്ട് ആയി കാണും. അതുകൊണ്ടായിരിക്കും എക്സാം ഒന്നും എഴുതാൻ സമ്മതിക്കാതിരുന്നത്. അന്ന് അതിന്റെ പേരിൽ വഴക്കുണ്ടാവുകയും എലിസബത്തിന് നല്ല രീതിയിൽ അടി കിട്ടുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഈ എലിസബത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട, ഉത്തമ ഭാര്യയായിട്ടൊക്കെ ഇരിക്കാം, മിണ്ടാണ്ടിരുന്ന ആ എലിസബത്തിന്റെ മനസ്സുണ്ടല്ലോ, പുള്ളിക്കാരിക്ക് പിന്നെ അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല. കാരണം വീട്ടുകാരെയൊക്കെ ധിഖരിച്ചിട്ട് പുള്ളിക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയതാണ് എലിസബത്ത്. ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും സഹിച്ചിട്ടും ബാലയുടെ ആളുകൾ ഇപ്പൊ പറഞ്ഞു വരുത്തുന്നത് എന്താണ്? അവളുടെ ജീവിതം നഷ്ടപ്പെട്ടാലും അവളോട് സഹതാപം തോന്നരുതെന്നാണ് പറയുന്നത്. എന്തായാലും ഇങ്ങനെ എന്തിനാ ഒരു കണ്ണിച്ചോരയില്ലാത്ത PR വർക്കേഴ്സ് ആണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എന്തായാലും എന്താണ് ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.